ഗൈസ്, അപ്പൊ ഇന്ന് എൻ്റെ ഉമ്മയുടെ കുടുംബശ്രീയുടെ വാർഷികത്തിന് വേണ്ടി പോവാണ് കേട്ടോ. മിഷമാമി നിച്ചും കൂടി ഇങ്ങോട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ കുടുംബശ്രീ എന്ന് വെച്ചാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. കുടുംബത്തിലെ അമ്മമാർ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് ഈ കുടുംബശ്രീ. അങ്ങനെ പറഞ്ഞു നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അനുജമാമിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കുടുംബശ്രീ വാർഷികം നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോഴത്തേക്കും മെമ്പർ മേഡീസിലെ ആന്റിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് കേട്ടോ. ജനായ അമ്മമാരുടെ കയ്യിലായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരേ ഡ്രസ്സാണ് കേട്ടോ. ഇത് ഇവരുടെ യൂണിഫോം ആണ് കേട്ടോ. ഞാൻ അപ്പത്തേക്കും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാവാച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരുടെ കൂടെ അങ്ങ് പോയിരുന്നു കേട്ടോ. ആദ്യമേ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഷെർമാമയാണ്, എന്റെ ട്യൂഷൻ ടീച്ചറും കൂടെ ആണ് കേട്ടോ. അവിടെ നിമിഷ മാമി ഇരിപ്പുണ്ട്, സെയ്മോള് മാമി ഇരിപ്പുണ്ട്, ഷൈനി മാമി, മഹേശ്വരി ആന്റി ഒക്കെയാണ് കേട്ടോ. സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ. ഇനിമാമിയുടെ സാഹത പ്രസംഗം നടത്തുമായിരുന്നേ. ആദ്യം ഇവിടെ കുടുംബശ്രീയുടെ എന്തോ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാരും കൂടെ ചേർന്നിട്ട് ഷൈനി മാമി എന്തൊക്കെയോ പ്രസംഗിക്കുകയായിരുന്നു കേട്ടോ. അയ്യോ ഗായ്സ്, തെറ്റിപ്പോയി കേട്ടോ. ദിശ പ്രസംഗം ഷൈനി മാമി, സാഹത പ്രസംഗം സെയ്മോള് മാമി ആയിരുന്നു കേട്ടോ. നമ്മുടെ മെമ്പറിന്റെ പ്രസംഗമാണ്. ഇത് മഹേഷ് അങ്കിൾ ആണ്. ഇത് ഞങ്ങളുടെ 28ാം വാർഡിന്റെ മെമ്പർ ആണ് കേട്ടോ. മെമ്പർ നല്ലൊരു മെമ്പർ ആണ് കേട്ടോ. ഈ മെമ്പർ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ റോഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്നത്. മെമ്പർ നല്ലൊരു മെമ്പർ ആണ് കേട്ടോ. 5 വർഷം ഞങ്ങളുടെ നാട് നല്ല സേവനങ്ങൾ നടത്തി. എടുത്തു പറയേണ്ട ഞങ്ങളുടെ റോഡുകളൊക്കെയാണ് കേട്ടോ. മെമ്പർ വരുന്നതിന് മുമ്പ് റോഡ് എല്ലാം കട്ടറും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അടുത്ത മഹേശ്വരി ആന്റിയുടെ പ്രസംഗമാണ്. ആന്റി ഞങ്ങളുടെ കുടുംബശ്രീയുടെ സെക്രട്ടറി ആണ്. ആന്റി കുടുംബശ്രീ റിപ്പോർട്ട് വായിക്കുമായിരുന്നു. അപ്പൊ അതേ സുറുമി ആന്റി ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുടിച്ചിട്ടുണ്ടായിരുന്നേ. CDSലെ സീനിയ ആന്റിയുടെ പ്രസംഗമായിരുന്നു കേട്ടോ. അടുത്തത് നല്ല പ്രസംഗമൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരുടെയും പ്രസംഗം നല്ലതായിരുന്നേ. എല്ലാവരുടെയും കളിയും ചീരും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ പ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കേത്തക്കാപ്പും ലഡു ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് മൊമെന്റോ വിതരണമായിരുന്നു കേട്ടോ. 10ലും +2ലൊക്കെ പാസ്സായവർക്കുള്ളതായിരുന്നു. ഇത് 10ലും +1 +2 ഒക്കെ ഉള്ള ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും കൂടെ ഉള്ളതായിരുന്നു കേട്ടോ. +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവരുടെ അമ്മമാർക്കായിരുന്നു ഈ ട്രോഫി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവർക്കും ഓരോ ബുക്കും പേനയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നിച്ചനൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്കത് പൊട്ടിച്ചു വെക്കാനുള്ള സമാധാനം ഇല്ലായിരുന്നു. പിന്നെ എല്ലാരും കൂടെ നിന്നൊരു ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എല്ലാം അങ്ങോട്ട് ഡാൻസും പാട്ടും പരിപാടികളും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ പരിപാടി തുടങ്ങാൻ വേണ്ടി നോക്കി ഇന്നു. അപ്പത്തേക്കും ഞങ്ങളുടെ പരിപാടി തുടങ്ങി കേട്ടോ. മുട്ടായി പറക്കലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ 120 എണ്ണം പറക്കിയിട്ടുണ്ടായിരുന്നു. 2 എണ്ണം വെച്ച് പറക്കാൻ പാടില്ലെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു പറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയവരെല്ലാരും കൂടെ മുട്ടായി പറക്കലിന് ഇരുന്നു. ആരായിരിക്കും ജയിക്കുന്നതെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. പരിപാടിയുടെ അവസാനം വരെ മെമ്പർ അങ്കിളും സിനി ആന്റിയും ADS ആന്റിമാരും എല്ലാരും ഉണ്ടായിരുന്നേ. ഇടയ്ക്ക് സുജന മാമിയും കൂടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാമിക്ക് ഒരു വ്ളോഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും പോയി ഒന്ന് കാണണേ. അമ്മയുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്ന് പറഞ്ഞാല് വ്ളോഗ് ഇൻ മുട്ടാർ എന്നാണ്. എല്ലാരും ഒന്ന് കണ്ടു നോക്കണേ. ഞങ്ങളുടെ അടുത്ത് 2 എണ്ണം പറക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവര് 2 എണ്ണം പറക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. മുട്ടായി പറക്കലൊക്കെ കഴിഞ്ഞു. അടുത്ത കസേര കളിയായിരുന്നു കേട്ടോ. ആദ്യം കൊച്ചു പിള്ളേരെ കഴിഞ്ഞു, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ വലിയവരുടെയും കഴിഞ്ഞു കേട്ടോ. ഇത് ലെമൺ സ്പൂൺ ആണ്. അത് കളിച്ചു കഴിഞ്ഞു ഞാൻ തോറ്റി ഗൈസ്. പിന്നെ ഞങ്ങൾ ബോൾ പാസിങ് കളിച്ചു കേട്ടോ. അതും കളിച്ചു. പിന്നെ ഞങ്ങൾ കുളങ്കരയും കൂടെ കളിച്ചിട്ട് കളികളെല്ലാം അവസാനിപ്പിച്ചു. കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സമയം പോകുന്നൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ. 3 മണിക്ക് പോയിട്ട് ഞങ്ങൾ ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. സമ്മാനം വിതരണമാണ് കേട്ടോ. പാത്രമാണ് കേട്ടോ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാത്രം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മുട്ടായി പറക്കലിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിട്ടിയ പാത്രം കണ്ട് വീട്ടിൽ പോയി. അപ്പൊ ഇത്ര